Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Jaya Radha Madhava Radha Madhava Radha, Jagannatha Jaya Jagannatha, Baladeva Jaya Subhadramai, Jaya Gauranitai, 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 Jaya Gauranitai, Jaya Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram, Eo Padmanabha Swami Jaya, Padmanabha Swami, Padmanabha Swami Jaya, Padmanabha Swami Jaya, Sitaram, Lakshmana Hanuman, Sitaram, Lakshmana Bhakta Hanuman, Jai Jai Prabhupada, 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 Jai Jai Prabhupada, Jai Jai Gurudev, 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 Jai Jai Gurudev. जय श्री श्री राधा माधव की जय, श्री श्री जगन्नाथ बलदेव सुभद्रा महाराज की जय। ഹരേ കൃഷ്ണ. കേൾക്കാമോ എന്നറിയില്ല, വോയിസ് ഓക്കെ ആണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാം പ്രഭു. ഓക്കെ, കേൾക്കാം പ്രഭു, കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിങ്ങളുടെ മൈക്ക് ഇല്ല, അതുകൊണ്ടാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയം മുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം ശ്രീഗുരും ദീനതാരിണം. ഹരേ കൃഷ്ണ. പ്രഭു സന്മാതാജി പ്രണാം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഇതിലോട്ട് വരാനൊരു ചാൻസ് വന്നത്. സോ ഇന്ന് എല്ലാവരുടെയും കണ്ടിന്യൂവേഷൻ ആയിട്ട് ഭാഗവത പാരായണത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ അധ്യായം തുടങ്ങുകയാണ്. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. അതുപോലെ തന്നെ വളരെ വളരെ ഡെപ്ത് ഉള്ള ശ്ലോകമാണ്. ഇതിന്റെ ഓരോ വാക്കുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ഒരുപാട് ക്ലാസസ് പറയാൻ തക്ക അത്രയും പ്രാപ്തിയുള്ള ശ്ലോകമാണിത്. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നേ ഉള്ളൂ. നമുക്ക് അതിലോട്ട് പോകാം. ഹരേ കൃഷ്ണ. സോ അധ്യായം 1, ഋഷീശ്വരന്മാരുടെ അന്വേഷണങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതഃ ചാർദേഷു വിഘ്നസ്വരാട്
तेने ब्रह्म हृदय आदि कवये मुह्यन्ति सूरयः तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकम् सत्यं परं धीमहि सत्यं परं धीमहि सत्यं परं धीमहि। ओम ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिकाकांत राधाकांत नमोस्तुते सप्तकांजन गौरांगी राधे वृंदावनी श्री कृष्णपान सुदेव नमामि हरिप्रिये वंशकल्पद्रुदिशा कृपा सिंधुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। നമ്മളിപ്പോൾ ഈ ശ്ലോകം വായിക്കേണ്ടായി. ഇനി അതിന്റെ ഓരോ വേർഡ് ബൈ മീനിങ് നോക്കാം, വാക്കർത്ഥം നോക്കാം. ഓം അല്ലയോ എന്റെ ഭഗവാനെ, നമഃ എന്റെ പ്രണാമം സമർപ്പിക്കുന്നു. ഭഗവതേ പരമദിവ്യോത്തമ പുരുഷന്, വാസുദേവന് വസുദേവസുതന് അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്, ആദി ഭഗവാന്, ജന്മ ആദി ആരിൽ നിന്നാണോ അന്വയാത് പ്രത്യക്ഷമായത്, ഇതരത അപ്രത്യക്ഷമായ, ച അർത്ഥേഷു ഉദ്ദേശങ്ങൾ, അഭിജ്ഞ പൂർണാഭിജ്ഞൻ, സ്വരാട് പൂർണ്ണ സ്വതന്ത്രൻ, തേന പകർന്നു നൽകുക, ബ്രഹ്മ വേദവിജ്ഞാനം, ഹൃദയാന്തർഭാഗത്ത്, യാ ആരൊരുവൻ, ആദി കവയെ യഥാർത്ഥ ജീവാത്മാവിന്, മുഹ്യന്തി മായാമോഹിതനായി, യത് ആരെ കുറിച്ചാണോ, സുരയാ മഹർഷിമാരും ദേവന്മാരും, തേജസ് വാരി ജലം, മൃഡാം പൃഥ്വി, യഥാ വേണ്ടുവോളം, വിനിമയ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും, യത്ര അതിന്മേൽ, ത്രിസർഗ സൃഷ്ടിയുടെ ത്രിഗുണങ്ങൾ, അമൃഷ്ട ഏതാണ്ട് യഥാർത്ഥം, ഭാംന സർവ അതീന്ദ്രിയ പരിശബ്ദങ്ങളോട് കൂടി, സ്വേന സ്വയം പര്യാപ്തനായി, സദാ നിരസ്ത അഭാവത്താൽ നിഷേധിക്കുക, കൂഹം മിഥ്യ, സത്യം പരമം, ധീമഹി ഞാൻ പ്രണമിക്കുന്നു. ഇത് ഈ ഒരു ശ്ലോകം വളരെ വലിയ വിവർത്തനവും ഭാവാർത്ഥവുമാണ്. ഈ 1-2 ശ്ലോകങ്ങൾ ഭാഗവത്തിൽ അങ്ങനെയുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണിത്. നമുക്ക് അതിന്റെ വിവർത്തനം വായിക്കാം. ഭാവാർത്ഥം കുറച്ച് വായിച്ച് വിവർത്തനവും ഭാവാർത്ഥവുമായിട്ട് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലയോ വസുദേവസുതനായ എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലയോ സർവവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷനെ, ഞാൻ അങ്ങേക്ക് ഭക്തി നിർഭരവും ആദരവപൂർവമായ ഉപചാരം അർപ്പിക്കുന്നു. സർവഭൂതനാകയാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഏകാഗ്ര ചിത്തനായി ധ്യാനിക്കുന്നു. എന്തെന്നാൽ ഭഗവാൻ കൃഷ്ണൻ പരിപൂർണ സത്യമാകുന്നു. പ്രത്യക്ഷവും അപ്രത്യക്ഷവും എല്ലാറ്റിനെയും കുറിച്ച് ഭഗവാന് ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല, ഭഗവാൻ ഉപരിയായി യാതൊന്നും ഇല്ലാത്തതിനാൽ ഭഗവാൻ സർവ സ്വതന്ത്രനുമാകുന്നു. യഥാർത്ഥ ജീവസത്തയായ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രഥമമായി വേദജ്ഞാനം നിവേശിപ്പിച്ചതും ഭഗവാനാകുന്നു. അഗ്നിയിൽ ജലത്തിൽ കരയും മിഥ്യയും ദർശനം നടത്തി സംഭ്രാന്തരായവരെ പോലെ സമതുലിതരായ ഉത്കൃഷ്ട സന്യാസിമാർ, ദേവന്മാർ എന്നിവർ പോലും ഭഗവാന്റെ മായയാൽ വ്യാമോഹിതരായി തീരുന്നു. പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രത്യാഘാതം നിമിത്തം പ്രത്യക്ഷമായ ഈ താൽക്കാലിക ഭൗതിക പ്രപഞ്ചം വാസ്തവമാണെന്ന് തോന്നലിന് കാരണവും അങ്ങ് തന്നെ. ഭൗതിക ലോകത്തിലെ മായയിൽ നിന്നും
നിത്യ വിമുക്തവുമായ ആത്മീയധാമത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാശ്വതനായി നിലകൊള്ളുന്നതിനാൽ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഏകാഗ്രചിത്തനായി പൂജിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പരമസത്യമാകയാൽ, പരിപൂർണ സത്യമാകയാൽ ഞാൻ ഭഗവാനെ സാദരം പ്രണമിക്കുന്നു. അതിന്റെ ഭാവാർത്ഥം നമുക്ക് നോക്കാം. വസുദേവരുടെയും ദേവികയുടെയും ദിവ്യപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് വസുദേവൻ എന്ന പരമദിവ്യത്വ കൃഷ്ണൻ എന്ന പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ അത്യന്തം വ്യക്തമായി ഈ ഗ്രന്ഥത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആണെന്നും മറ്റുള്ള ദേവന്മാരൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണാംശങ്ങളോ പൂർണ്ണ അധികാരമുള്ള അംശങ്ങളോ ആണെന്ന് വ്യാസദേവൻ സ്ഥിരീകരിക്കുന്നു. കൃഷ്ണ സന്ദർഭ എന്ന സ്വഗ്രന്ഥത്തിൽ ശ്രീല ജീവഗോസ്വാമി വളരെ സ്പഷ്ടമായി ശ്രദ്ധാവിഷയത്തെ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥ ജീവാത്മാവായ ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിത എന്ന സ്വപഠന ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണ വിഷയത്തെ ദൃഢമായി വിവരിക്കുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകിയുടെ ദിവ്യനന്ദനാണെന്ന് സാമവേദ ഉപനിഷത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. ആകയാൽ മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ശ്ലോകത്തിലെ പ്രഥമ ഭാഗം ശ്രീകൃഷ്ണ ഭഗവാൻ ആദി ഭഗവാനാണെന്ന പ്രസ്താവനയ്ക്ക് യഥാർത്ഥമായ പ്രണാമം നൽകുന്നു എന്ന് മാത്രമല്ല, ഏത് ദിവ്യനാമവും നിരുപേക്ഷനും പരമദിവ്യകൃഷ്ണമായ ഭഗവാന് സ്വന്തമാണെന്ന് മനസ്സിലാക്കുകയും കൂടാതെ സർവ അർത്ഥം വരുന്ന കൃഷ്ണ എന്ന പദത്തിൽ ആ നാമത്തെ നിശ്ചയമായും ആവിഷ്കരിക്കുകയും ചെയ്യണം. ഭഗവത്ഗീതയിൽ നിരവധി ഇടങ്ങളിൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് സ്വയം ദൃഢമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നാരദൻ, വ്യാസൻ തുടങ്ങിയ അനേക ശ്രേഷ്ഠ ഋഷിമാരും അർജുനനും ഈ പ്രഖ്യാപനത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അസംഖ്യം നാമങ്ങളിൽ പ്രമുഖവും പ്രധാനവുമായ നാമം കൃഷ്ണൻ ആണെന്ന് പത്മപുരാണത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ പൂർണ്ണ അധികാരമുള്ള അംശമാണ് വസുദേവൻ. വസുദേവന് സദൃശമായ നിരവധി സ്വരൂപങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വസുദേവൻ എന്ന നാമം വിശേഷമായ വസുദേവന്റെയും ദേവകിയുടെയും ദിവ്യസൂതനാണ്. ദിവ്യസൂതനാണെന്ന് ഭഗവാൻ എന്ന് യോജിപ്പിക്കുന്നു. പരിത്യാഗ ജീവിതക്രമത്തിൽ സന്യാസ ജീവിതം നയിച്ചിരിക്കുന്നവരിൽ പരിപൂർണരായ പരമഹംസരാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സദാ ആരാധിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ അർത്ഥങ്ങൾ വായിച്ചതിന് ശേഷം നമുക്ക് ഭാവാർത്ഥം വീണ്ടും പോകാം. കാരണം കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ശ്ലോകത്തിനെ കുറിച്ച് പറയാനുണ്ട്. ഈ ശ്ലോകത്തിന്റെ ഡെപ്ത് ഒരുപാട് വളരെ വലുതാണ്. അത്രത്തോളം ഭഗവാന്റെ ദിവ്യ സൃഷ്ടിയെ കുറിച്ചും ഭഗവാന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഇല്ലെങ്കിൽ ഭഗവാന്റെ നിയന്ത്രണത്തിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരൊറ്റ ശ്ലോകത്തിനകത്ത് ഇതിനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ശ്ലോകമാണ്. വളരെ മനോഹരമായ ശ്ലോകമാണ്. അതായത് അതിന്റെ ഇത് നോക്കാം. വസുദേവസുതനായ എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലയോ സർവ്വവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷനെ, ഞാൻ അങ്ങയെ ഭക്തി നിർഭരവും ആദരപൂർവമായ ഉപചാരം അർപ്പിക്കുന്നു എന്നാ പറയുന്നത്. അതായത് ആ ഋഷിമാർ ഇല്ലെങ്കിൽ ഈ ഭാഗവതം ചർച്ച ചെയ്യുന്നിടത്ത് ആ ഭഗവാനെ വർണ്ണിക്കുന്നത്, വ്യാസദേവൻ വർണ്ണിക്കുന്നത് എത്ര മഹനീയമാണ്, എത്ര റെസ്പെക്റ്റോട് കിട്ടി, എത്ര ഉപകാരപരമായി ഇല്ലെങ്കിൽ എത്ര ഉപചാരപരമായി, രണ്ടുമായിട്ടും പറയുന്നുണ്ട്. കാരണം ഈ ദിവ്യ സൃഷ്ടിയുടെ എല്ലാം പ്രപഞ്ച നേതാവായ ഭഗവാനെയാണ് സ്തുതിക്കുന്നത് എന്നുള്ള ആ ബോധത്തിലാണ് അദ്ദേഹം അത്ര വൈകാരികമായിട്ട് ഇല്ലെങ്കിൽ അത്ര ഒരു സ്നേഹത്തോടെ ഇല്ലെങ്കിൽ സമർപ്പണത്തോടെ അല്ലെങ്കിൽ അത്ര ഉപചാരത്തോടെ സമർപ്പിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളെ എത്രയും ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ഒരുപാട് ടോപ്പായ ഒരു ആൾക്കാരുണ്ട്. അവരെ ആരെങ്കിലും നമുക്കൊരു മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രിപ്പറേഷൻ എടുക്കും, ഇല്ലേ, എത്രമാത്രം നമ്മൾ അവരെ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ എടുക്കും എന്നതിന് പോലെ അതുപോലെ അതിന്റെ എല്ലാം എത്രയോ മടങ്ങ് വലുതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് വ്യാസദേവൻ പറയുന്നത്. കാരണം അടുത്ത ലൈനിൽ പറയുന്നത് സ്പഷ്ട പ്രപഞ്ചത്തിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളുടെയും
ആദി കാരണഭൂതനാകയാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഭൂതം, പ്രപഞ്ച സൃഷ്ടി, നമ്മൾ കാണുന്ന ഈ സൃഷ്ടിയുടെ എല്ലാം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ആദ്യ കാരണഭൂതനാകയാൽ, അതായത് ഇതിനെല്ലാം കോസ് ഓഫ് ദ കോസ് എന്ന് പറയുന്നത്. ഒരു കോസ് അല്ല, നമ്മൾ കാണുന്നതെല്ലാം ചെറിയ കോസുകളാണ്. പക്ഷെ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനെ കുറിച്ച് അറിയാം, എന്റെ അച്ഛന്റെ അച്ഛനെ കുറിച്ച് അറിയാം, ചിലപ്പോ എന്റെ അപ്പൂപ്പന്റെ അച്ഛനെ കുറിച്ച് പറയാൻ അറിയാം. പക്ഷെ അതിന്റെ പിന്നാലെ ആരുണ്ട്, അതിന്റെ പിന്നാലെ ആരുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ വ്യാസദേവൻ പറയുന്നത് എത്ര മനോഹരമായിട്ടാണ്, എല്ലാ കാരണങ്ങളുടെയും കാരണഭൂതൻ എന്നാണ് പറയുന്നത്. ആ കാരണഭൂതനായ ഭഗവാനെ ഞാൻ സാദരപൂർണം, ഐ ഓഫർ മൈ റെസ്പെക്ട്ഫുൾ ഒബീസിയൻസ് എന്നാ പറയും. ആദ്യകാരണമായ ഭഗവാനെ ഞാൻ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. കാരണം ഇത്രയും ടോപ്പസ്റ്റ് പേഴ്സണാലിറ്റി, ഇല്ലെങ്കിൽ ആദിയും അന്തവും ഇല്ലാത്ത ആ ഭഗവാനെ ഇനി നമുക്ക് ഭജിക്കാൻ ഒരു തരത്തിലും അമാന്ത്യം വേണ്ട, ഒരു തരത്തിലും ശ്രദ്ധയെ കൈവിടേണ്ട കാര്യമില്ല. കാരണം എല്ലാത്തിന്റെയും പരമമായ സ്രോതസ് ശ്രീകൃഷ്ണ ഭഗവാൻ, വസുദേവസുതൻ, ഇല്ലെങ്കിൽ കാരണഭൂതനായ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭജിക്കാൻ, ഇല്ലെങ്കിൽ ആരാധിക്കാൻ, ഇല്ലെങ്കിൽ ധ്യാനിക്കാൻ നമുക്ക് അമാദ്യം വേണ്ട, ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംശയം വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? ഏകാഗ്രചിത്തനായി നമുക്കിനി ഒരു തരത്തിലുള്ള ഭയവും വേണ്ട, സംശയവും വേണ്ട എന്നുള്ളതാണ് ഏകാഗ്രചിത്ത എന്ന് പറയുന്നത്, ധ്യാനിക്കുന്നത്. എന്തെന്നാൽ ഭഗവാൻ കൃഷ്ണൻ പരിപൂർണ സത്യമാകുന്നു. എന്തുകൊണ്ടാ ഭഗവാനെ സത്യമാകുന്നു എന്ന് പറയാൻ കാര്യം? നമ്മൾ ഈ പ്രപഞ്ചം കാണുന്നതെല്ലാം സത്യമല്ലേ? സത്യമാണ്. പക്ഷെ നമ്മൾ കാണുന്ന സത്യം കുറച്ചു നേരത്തേക്ക് കാണും, കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നരേന്ദ്രമോദി നമ്മളുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അത് സത്യമാണോ? തീർച്ചയായും സത്യമാണ്. പക്ഷെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ശ്രീ നരേന്ദ്രമോദി ഈ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? യഥാർത്ഥത്തിലില്ല. ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോ നമ്മൾ കണ്ട സത്യം മാറി, വീണ്ടും വേറൊരു സത്യമാണ് ഇപ്പൊ വരുന്നത്. ഈ നമ്മൾ കാണുന്ന പല സത്യങ്ങളിലും നമ്മളുടേതായ കാഴ്ചപ്പാടില്ല, നമ്മളുടേതായ ലിമിറ്റഡ് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് അതിനൊരു പരിധിയുണ്ട്. ശബ്ദമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. ഇതിനിടയിൽ ഒരു കോൾ വന്നു മൊബൈലിൽ, അങ്ങനെ സൂം കട്ടായി പോയതാണ്. ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, സൂം കട്ടായി പോയതാണ്, അതാ പ്രശ്നം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞത്, നേരത്തെ നമ്മൾ കാണുന്ന ഈ സത്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ് നമ്മളുടെ ഭൗതിക കാഴ്ചയിൽ, ഇല്ലെങ്കിൽ ഈ ജീവിതത്തിൽ കാണുന്നത്. പക്ഷേ ശാശ്വതമായ സത്യം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. അദ്ദേഹത്തിന് ഒരു മാറ്റവുമില്ല. ആയ കാലം മുതൽ, നമ്മൾക്ക് എന്താ പറയാ, പുരാതന കാലം മുതൽ, ഇല്ലെങ്കിൽ എത്രയോ ജന്മങ്ങളും, എത്രയോ ജന്മം മീൻസ് നമ്മൾ എത്രയോ ജന്മം എടുത്തിരുന്നാലും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന നിനക്ക് പല ജന്മങ്ങളെ കുറിച്ച് ഓർമ്മയില്ല, എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് അർജുനനോട് പറയും. ഇമം വിവസ്വതേ യോഗം സമാനം ഹവയം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ വരുമ്പോ പറയും, എനിക്കിത് ഓർമ്മയില്ല എന്ന് അർജുനൻ പറയുമ്പോ ഭഗവാൻ പറയും, എനിക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട്, നീ എവിടെ കൂടെ വന്നു, എത്ര ജന്മം എടുത്ത് മുന്നോട്ട് പോയെന്നുള്ള, പക്ഷെ നിനക്കത് ഓർമ്മയില്ല എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഓർമ്മ അർജുനൻ ഇല്ലാത്തതും ഭഗവാൻ ഉള്ളതും? ഭഗവാൻ പരമസത്യവും പരമനേതാവും, ഇല്ലെങ്കിൽ എല്ലാ കാരണങ്ങൾക്കും കാരണമായതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം ഓർമ്മിക്കാനുള്ള സവിശേഷതയുണ്ട്. ഭഗവാന് ജ്ഞാനമുണ്ടെന്ന് മാത്രവുമല്ല, ഭഗവാന് വരിക ഓക്കെ പരിപൂർണ സത്യമാണ്. പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ എല്ലാത്തിനെയും കുറിച്ച് ഭഗവാന് ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല, ഭഗവാൻ ഉപരിയായി യാതൊന്നും ഇല്ലാത്തതിനാൽ ഭഗവാൻ സർവ സ്വതന്ത്രനാകുന്നു. അതായത് നമ്മൾ കാണുന്നതെല്ലാം പ്രത്യക്ഷമാണ്, അപ്രത്യക്ഷമായ പലതും ഭഗവാൻ ഇതിലുണ്ട്, അതും ഭഗവാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്.
അതായത് പ്രത്യക്ഷം അപ്രത്യക്ഷം എല്ലാറ്റിനെയും കുറിച്ച് ഭഗവാൻ ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല, ഭഗവാൻ ഉപരിയായി യാതൊന്നും ഇല്ലാത്തതിനാൽ ഭഗവാൻ സർവ്വസ്വതന്ത്രനാണ്. കാരണം നമുക്കിപ്പോ കടലിനകത്ത് ഒരു ഡെപ്തിൽ പോയാൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാമോ? നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കടലിലേക്ക് ഇല്ലേ? ഉണ്ട്. നമ്മളിപ്പോ കുറച്ചുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ ഈ ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയും. എത്രയോ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ എത്രയോ ഡെപ്തിലുള്ളതാണ് ഈ ആമസോൺ ഫോറസ്റ്റ്. അതിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് എത്രമാത്രം അറിയാവുന്ന അതിന്റെ ഒരു ശതമാനം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ അതിനുശേഷം ഒരുപാട് അതിനകത്ത് ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് പറഞ്ഞത്, പ്രത്യക്ഷമായ പലതും നമ്മൾ കാണുന്നുണ്ട്, പ്രത്യക്ഷമല്ലാത്ത പലതും ഉണ്ട്. പക്ഷെ ഭഗവാൻ ഈ പ്രത്യക്ഷവും അപ്രത്യക്ഷത്തെയും കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ട്. 2, എല്ലാത്തിനെയും കുറിച്ച് ഭഗവാൻ ജ്ഞാനമുണ്ട് എന്നുള്ളത് മാത്രമാണ്. ജ്ഞാനവും ഉണ്ട് ഭഗവാൻ. നമ്മളുടെ ജ്ഞാനം പരിമിത ജ്ഞാനമാണ്, അല്ലെ? നമ്മളുടെ ഓരോ ലിമിറ്റഡായ ജ്ഞാനത്തിനും ഒരു ലെവൽ വരെ പോകാൻ സാധിക്കുന്നുള്ളൂ. കാരണം എന്താ? അത് ഭൗതിക തലത്തിൽ ഈ ത്രിഗുണങ്ങളാൽ മൂടപ്പെട്ടത് കൊണ്ട് നമുക്ക് ഇതിനെ ഭേദിക്കാൻ സാധിക്കുകയില്ല. കാരണം ഭഗവാൻ ഈ പറഞ്ഞ ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത്, മഹാഭാരത യുദ്ധ സമയത്ത് ഇതിൽ പറയുന്നുണ്ട്. എന്തായിരുന്നു? അർജുനന് ദിവ്യ ചക്ഷസ് ഭഗവാൻ നൽകിയിട്ടാണ് ഈ ഭഗവാന്റെ ദിവ്യ രൂപം, ഇല്ലെങ്കിൽ ഭഗവാന്റെ ഈ പറഞ്ഞ വൈഭവമായ ആ ദിവ്യ വിശ്വരൂപം കാണിച്ചു നൽകിയത്. അതേ സമയത്ത് അവിടെ വേറെയും യോദ്ധാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ പലർക്കും അത് ദർശിക്കാനുള്ള ഒരു അനുമതിയില്ല. കാരണം അത് മെയിനായിട്ട് അർജുനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ. പക്ഷെ അതിൽ വേറെ കുറച്ച് പേര് കൂടെ അത് കാണാൻ ഉണ്ടായിരുന്നു. കാരണം അവരെല്ലാം അതീന്ദ്രിയ ഭക്തന്മാരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ പറഞ്ഞ പോലെ അപ്രത്യക്ഷമായ ജ്ഞാനം, ഭഗവാന്റെ ജ്ഞാനത്തിന് അതുപോലെ ഭഗവാന് ഉപരിയായി യാതൊന്നുമില്ല. ഭഗവാന് ഉപരിയായി യാതൊന്നുമില്ല. നമുക്കുപരിയായി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമുക്കുപരിയായിട്ടാണ് ഈ ത്രിമോഡ്സ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ എല്ലാം കൺട്രോൾഡ് ആണ്. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, അല്ലെ? നമ്മൾ വിചാരിക്കും പോലെ നമ്മളുടെ സെൻസസ് വർക്ക് ചെയ്യുമോ? ഒരിക്കലുമില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിതങ്ങളാണ്. അതിന് പരിധിയുണ്ട്, അതിനൊരു ലെവലുണ്ട്, അതിനൊരു കാഴ്ച മീൻസ് അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അത്രേ പറ്റത്തുള്ളൂ, അതിനപ്പുറം അത് പോകത്തില്ല. പക്ഷെ ഭഗവാന്റെ ഓരോ അംഗങ്ങളും, ഇല്ലെങ്കിൽ ഭഗവാന്റെ ഓരോ സെൻസസും, ഇല്ലെങ്കിൽ ഭഗവാന്റെ ഓരോ എന്താ പറയാ സെൻസസ്, അവയവം എന്ന് പറയാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങൾ, ഭഗവാന്റെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും എല്ലാ ശക്തിയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്കാനിയസ് സകലേന്ദ്രിയ വൃത്തി മന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിഹ്നേ സദുജ്വല മോഹമസ്യ ഗോവിന്ദം ആദിപുരുഷം. അതായത് നമ്മൾ ഓർക്കുക, നമ്മൾ ഈ ഭഗവാൻ ഓഫർ ചെയ്യുന്നു, ഭഗവാൻ അത് കഴിക്കുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഭഗവാന്റെ കണ്ണിന് കഴിക്കാനുള്ള ശക്തിയുണ്ട്, കാതിന് കാണാനുള്ള ശക്തിയുണ്ട്, നാവിന് സംസാരിക്കാനും രുചിക്കാനും മാത്രമല്ല നാവിന് സ്മെല് ചെയ്യാനുള്ള ശക്തിയുണ്ട്, ഭഗവാന്റെ നാസികയ്ക്ക് സ്മെല് ചെയ്യാൻ മാത്രമല്ല ദർശിക്കാൻ. ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങളിലും പൂർണ്ണങ്ങളാണ്. എല്ലാം മൾട്ടിപ്പിളായ സേവനങ്ങൾ അതിന് ചെയ്യാൻ സാധിക്കും. കാരണം അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് കൃഷ്ണ. അത് പരിപൂർണമാണ്. അതുകൊണ്ട് അതിനെന്തും ചെയ്യാൻ, ഏതും ചെയ്യാനുള്ള ഒരു പ്രാപ്തി അതിനകത്തുണ്ട്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ശക്തി ഇല്ല. പക്ഷെ നമ്മൾ എപ്പോഴാണോ ഡിവൈൻ ആകുന്നത്, അപ്പം മുതൽ നമ്മളുടെ സെൻസസും അതുപോലെ ബിയോണ്ട് ആവും. എന്ന് വെച്ച് നമ്മൾക്ക് കണ്ണുകൊണ്ട് കഴിക്കാൻ പറ്റുമെന്നുള്ളതല്ല, നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ആ ഒരു നിയന്ത്രണം മാറിക്കിട്ടും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും. അതിന് ഏറ്റവും ഉദാഹരണം നമുക്ക് ശീല പ്രഭുപാദരെ തന്നെ പറയാം. ശീല പ്രഭുപാദർ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് എത്ര സമയം ഉറങ്ങണം? ഒരു 6 മണിക്കൂറാണ് മെഡിക്കലി പറയുന്നത്. ശീല പ്രഭുപാദർ ഉറങ്ങിക്കൊണ്ടിരുന്നത് 1.5 മണിക്കൂറാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെല്ലാം 1.5 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഉറങ്ങുന്ന ഒരു പേഴ്സണാലിറ്റിക്ക് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും? എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ അദ്ദേഹം എടുത്തിട്ടാണോ? ഒരിക്കലും അല്ല.
അദ്ദേഹം ഏറ്റവും പരിപൂർണനായ പരമസത്യത്തെ അനുഗമിച്ചു, ഇല്ലെങ്കിൽ ആരാധിച്ചു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൽ ശരണം പ്രാപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനും അതേ എൻഡ്ലെസ് ആയ കാര്യങ്ങളും ദിവ്യത്വവും അദ്ദേഹത്തിനും അത് ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങി. കാരണം അതിന് എക്സാമ്പിൾസിൽ നോക്കാൻ തന്നെ പറയാറുണ്ട്, ഈ പറഞ്ഞ തീക്കകത്ത് വീഴുന്ന ഇരുമ്പ് കഷ്ണം പോലെ ആദ്യം ഇരുമ്പ് കഷ്ണമായിട്ട് തന്നെ കിടക്കും. ആ തീയുടെ കൂടെയുള്ള വാസം കാരണം അതെല്ലാം ട്രാൻസ്ഫോം ആയി ആ തീ കഷ്ണം അല്ലെങ്കിൽ ആ ഇരുമ്പ് കഷ്ണം എന്താവും? തീയായി മാറും. അതുപോലെ എപ്പോഴാണോ നമ്മൾ പരമസ്ഥിതികത്വ പുരുഷനുമായിട്ട് എന്താ പറയാ ഒരു തരത്തിലുള്ള വാഞ്ചകളും ഇല്ലാതെ പരിപൂർണമായിട്ട് നമ്മൾ അദ്ദേഹത്തെ ആശ്രയിക്കുകയോ നമുക്കും ആ ട്രാൻസ്ജെൻഡറൽ ക്വാളിറ്റീസ് വരും. ഇല്ലെങ്കിൽ അത് ഉള്ളത് ഷാർപ്പാകുമെന്നാ പറയുന്നത്. നമുക്കെല്ലാം ഭഗവാന്റെ അതേ ഗുണങ്ങളെല്ലാം നമ്മളിലും അംശങ്ങളായിട്ടുണ്ട്. ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള ഗുണങ്ങളല്ല, എന്നാലും ഭഗവാനിലുള്ള എല്ലാ മുഖ്യ ഘടകങ്ങളും നമ്മളിലും ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ റൂട്ടപ്പ് ചെയ്യണം, വളർത്തിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിപൂർണ സത്യത്തെ ഏകാഗ്രചിത്തമായി ധ്യാനിക്കണം, ഏകാഗ്രചിത്തമായി ആരാധിക്കണം, ഏകാഗ്രചിത്തനായി ശരണം പ്രാപിക്കണം എന്നാണ്. നമുക്ക് വീണ്ടും നോക്കാം. ഇതൊന്നും ഇത്രയും പറഞ്ഞാൽ തീരുന്നതല്ല. ഹരേ കൃഷ്ണ പ്രഭു സമാജ്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ ലൈനെ കുറിച്ചും വ്യക്തമായിട്ട് പറയാനുള്ള ക്ലാസ്സസ് ഉണ്ട്. ഞാൻ എന്നാൽ കഴിയുന്ന ചെറിയ ഒരു പരിശ്രമം നടത്തുന്നേ ഉള്ളൂ. വീണ്ടും ഈ വിവർത്തനം പോലും നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം, ഒന്നുകൂടി നോക്കാം. യഥാർത്ഥ ജീവസത്തയായ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രഥമമായി വേദവിജ്ഞാനം നിവിശിപ്പിച്ചതും ഭഗവാനാകുന്നു. അതായത് ഈ ബ്രഹ്മാവാണ് ഹരേ കൃഷ്ണ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്രമാരാണ് അതായത് ഈ ആദി ബ്രഹ്മാവാണ് നമ്മളുടെ യഥാർത്ഥത്തിൽ ആദ്യത്തെ ജീവസത്ത എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഭാഗവതത്തിനകത്ത് വരുന്നുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളിൽ അതിനൊക്കെ വളരെ വിശദമായിട്ട് തന്നെ വരും. എങ്ങനെ ഭഗവാൻ ബ്രഹ്മാവിന് ജ്ഞാനം കൊടുത്തു, എങ്ങനെയാണ് അദ്ദേഹം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് ഡീറ്റെയിൽഡ് ഒക്കെ ഇനിയുള്ള ശ്ലോകങ്ങളിലെല്ലാം പറയും. അങ്ങനെ ഇവിടെ പറയുന്നത് എന്തായിരുന്നു? യഥാർത്ഥ ജീവസത്തയായ, അതാണ് ആദ്യത്തെ ജീവസത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രഥമമായി വേദവിജ്ഞാനം നിരീക്ഷിപ്പിച്ചതും ഭഗവാനാകുന്നു. അതായത് ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കണം, ഈ പ്രപഞ്ചം എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്നുള്ള ജ്ഞാനം ആദ്യമായി നിരീക്ഷിപ്പിച്ചതും ബ്രഹ്മാവിനായിരുന്നു. എവിടെയാണ് ബ്രഹ്മാവിനെ നിരീക്ഷിപ്പിച്ചത്? ജ്ഞാനം ഹൃദയത്തിനകത്താണ്. നമ്മൾ വിചാരിക്കും പോലെ ഒരു ബുക്കോ ഗ്രന്ഥമോ ഇല്ലെങ്കിൽ ഒരു കാറ്റലോഗോ എടുത്തു കൊടുത്തിട്ടല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് ഈ ജ്ഞാനത്തെ, ഹൃദയത്തിനകത്താണ് ഈ പറഞ്ഞ ജ്ഞാനത്തെ സന്നിവേശിപ്പിച്ചത് അല്ലെങ്കിൽ ശ്രുതിയായിട്ട് എടുത്തത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതിനുശേഷം അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയെയും മിഥ്യാദർശനം നടത്തി സംഭ്രാന്തരായവരെ പോലെ സമതുലിതരായ ഉത്കൃഷ്ട സന്യാസിമാർ, ദേവന്മാർ എന്നിവർ പോലും ഭഗവാന്റെ വ്യായയിൽ വ്യാമോഹിതരായിരിക്കുന്നു. അതിനർത്ഥം എങ്ങനെ പറയാമെന്ന് വെച്ചാല്, അതായത് ഇതില് ക്ലിയറായി പറയുന്നുണ്ട്, അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ അഗ്നിയെയും ഇല്ലെങ്കിൽ ജലത്തിൽ കരയെയും നമുക്ക് ദർശിക്കാൻ പറ്റുമോ? ഇതവിടെ പറയുന്നത് അങ്ങനെയാണ്. അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയെയും. ഇതിന് ഒരു ഉദാഹരണം നോക്കിയാൽ നമുക്കറിയാം. ഈ പാല്, മിൽക്ക്, ഈ മിൽക്കിനകത്ത് വെണ്ണയുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? തൈരുമുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? നെയ്യുമുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം പക്ഷെ ആ പാലിൽ നിമഗ്നമായി ഇല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമുക്കത് എക്സ്റ്റേണലി കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഋഷീശ്വരന്മാർ
ഇതിനെയെല്ലാം ഇതിന്റെ യഥാർത്ഥ അവസ്ഥകളെ, സ്ഥിതികളെ കണ്ടറിഞ്ഞവരെന്നുള്ളതാണ് ഇതിനകത്ത് പറയാൻ വന്ന ഉദാഹരണം. കാരണം ജലത്തിൽ അഗ്നിയും ഇതിനെയും കണ്ടവരെന്നാണ് അവരെ പറയുന്നത്. അവരെല്ലാത്തിനെയും യഥാർത്ഥ സ്വഭാവത്തെ മനസ്സിലാക്കുന്നവരാണ്. നമ്മൾ കാണുന്നതെല്ലാം പലതും നമ്മളുടേതായ കാഴ്ചപ്പാടിന്റെ ഒരു പരിധി വരെ കാണുന്നുണ്ട്. പക്ഷെ അവര് കാണുന്ന അതിന്റെ ഡെപ്ത്, അതായത് കുറച്ചുകൂടി പറഞ്ഞാല് അരയന്നം, സ്വാൻ. നമ്മൾ കാണുന്നു പാല്, ഒരു പാലെടുത്ത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെക്കുന്നു, പാല് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ആ അരയന്നം കാണുന്നത് എന്താണ്? പാലും അതിനകത്തുള്ള വെള്ളവും ജലത്തെയും അത് തനിയായിട്ട് കാണുകയും അതിൽ എന്താണോ അതിന് വേണ്ടത് അതിന്റെ ആ മിൽക്ക് മാത്രം അത് എടുക്കുകയും ചെയ്യുന്നു. ഇത് തന്നെ ഒരു സിംപിളസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ഭഗവാന്റെ സൃഷ്ടിയിൽ ഒരു അത്ഭുതത്തിൽ ഏറ്റവും ക്ഷണികമായ ഒന്നാണ് ഈ അരയന്നം. ഈ സൃഷ്ടി തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അതിൽ ഏറ്റവും ചെറിയൊരു അത്ഭുതത്തിൽ നമ്മളുടെ ദൃഷ്ടിയാ കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ അരയന്നം തന്നെ ഇത്രയും സ്പെസിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അതിനെന്താണോ എടുക്കേണ്ടത് അത് എടുക്കുമ്പോ ഈ ഋഷീശ്വരന്മാർ ഇതിന്റെ എല്ലാത്തിന്റെയും മൂലം കണ്ടവർ, ഇല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഉത്ഭവമായ ഭഗവാനെ മനസ്സിലാക്കിയ അവർ, അപ്പൊ ഈ പ്രപഞ്ചത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? അതിന്റെ യഥാർത്ഥ അവസ്ഥയെ മാത്രമേ അവർ കാണുന്നുള്ളൂ. നമ്മൾ കാണുന്നത് നമ്മളുടെ ഈ ബോഡി, നമ്മൾ ആൾക്കാരെ എല്ലാം കാണുന്ന ഏത് വിധത്തിലാ? ഓരോരുത്തരെ ആണ്, പെണ്ണ്, ഇന്ന ആള്, ഇന്ന ആള്, ഇന്ന ആള്. പക്ഷെ ഋഷീശ്വരന്മാർ കാണുന്നത് എങ്ങനെയാണ്? അതിനകത്തുള്ള ആത്മാവിനെയാണ് അവർ ദർശിക്കുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ കവിഹസ്തിനി ശ്രീ ചൈവോഷ പക്വ പണ്ഡിത സമദർശിന. ഈ ജ്ഞാനിമാരാണ്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രേറ്റ് സെയിൻസ് ആണ് അവർ. അവരെ പോലും ഭഗവാന്റെ ഈ സൃഷ്ടി ഭ്രമിപ്പിക്കുന്നു എന്ന് പറയും അല്ലെ? എത്രയോ സ്ഥലങ്ങളിലെ ഓരോ ഋഷിമാരും ഭഗവാന് തന്നെ ഈ പറഞ്ഞ പോലെ ദുർവാസാവ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരം കൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിയെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗർവ് കൊണ്ട് അദ്ദേഹം മറന്നു പോവുകയും അതിന് പനിഷ്മെന്റ് വരികയും ഒക്കെ ചെയ്തു. ഇതുപോലെ ഒരുപാട് ഋഷിമാര് പലതരത്തില് സംഭ്രമിപ്പിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ഭഗവാന്റെ മായ അത്രത്തോളം ശക്തിമത്താണ്. ആരെ വേണമെങ്കിലും അതിനെ ഭ്രമിപ്പിക്കാൻ സാധിക്കും. അതർ ദാൻ സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ് ഹെഡിന്റെ ഡിവോട്ടീസ് അല്ലാത്തവരെ, ഭക്തന്മാരല്ലാത്തവരെല്ലാം ഭ്രമിപ്പിക്കും, ഭക്തന്മാരെയും ഭ്രമിപ്പിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഒരു പരീക്ഷണത്തെ മറികടക്കാൻ, അതും ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. എവിടെയായിരുന്നു? 8ാം അധ്യായത്തിലാണ്. മായാമേതാം തരന്തിതേ ശ്ലോക, മായാമേതാം തരന്തിതേ എന്ന് വരുന്ന ശ്ലോകം 8ാം അധ്യായത്തിലുണ്ട്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രത്യാഘാതം നിമിത്തം പ്രത്യക്ഷമായ ഈ താൽക്കാലിക ഭൗതിക പ്രപഞ്ചം വാസ്തവമാണെന്ന തോന്നലിന് കാരണവും അങ്ങ് തന്നെ. ശരിയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രിമോൾ, അല്ലെങ്കിൽ 3 ഗുണങ്ങൾ. 3 ഗുണങ്ങൾ എന്തൊക്കെയാണ്? സത്വ, രജ, തമ. സത്വ, രജ, തമ. ഈ മൂന്ന് ഗുണങ്ങളുടെ എന്താ പറയാ, മിക്സിങ്, കോമ്പിനേഷൻ ആണ് ഈ മെറ്റീരിയൽ വേൾഡ് തന്നെ. പക്ഷെ നമ്മൾ ഈ വേൾഡിനെ കാണുന്നത് എന്തായിട്ടാണ്? ശാശ്വതമായിട്ടാണ്. ഇതിനെല്ലാം കാണുന്നത് എങ്ങനെയാണ്? പെർമനന്റ്. പലപ്പോഴും പെർമനന്റ് എന്ന് നമുക്ക് തോന്നിപ്പോവും, ഭ്രമിപ്പിക്കും നമ്മളെ, അല്ലേ? ഇതെല്ലാം ഉണ്ടാകും, എക്കാലവും ഇതെല്ലാം നിറഞ്ഞിരിക്കും എന്ന് വിചാരിക്കും. ഒന്നും നിൽക്കത്തില്ല. കാരണം എന്താ? ഇത് ഭൗതിക പ്രകൃതിയാണ്. ഇതിന് മാറ്റം സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഇത് ഒരിക്കലും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ല. അതാണ് ഈ ഭൗതിക പ്രപഞ്ചം. ഭൗതിക പ്രപഞ്ചം ത്രിഗുണങ്ങളുടെ പ്രത്യാഘാത നിമിത്തം പ്രത്യക്ഷമായ ഈ താൽക്കാലിക ഭൗതിക പ്രപഞ്ചം, പ്രത്യക്ഷമായ ഈ താൽക്കാലിക ഭൗതിക പ്രപഞ്ചം എന്നാണ് ഇവിടെ പറയുന്നത്. വാസ്തവമാണെന്ന് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭക്തിയിൽ ഇത്രത്തോളം ഒരു ഇന്റൻസിറ്റി, തീവ്രത വരാത്തത്. നമുക്ക് ഇനിയും ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, നമ്മൾ ഇനിയും കുറച്ച് സമയം നമുക്കുണ്ട്, ഇനിയും സമാധാനമായിട്ട് ചെയ്യാം, ഇനി ഇപ്പോഴെന്തിനാ ധൃതി, ആദ്യം ഈ കാര്യങ്ങൾ ഭൗതിക ലോകം നമുക്ക് പറ്റാവുന്നത്ര ആസ്വദിക്കാം. ആസ്വദിക്കുക എന്ന് പറഞ്ഞാല് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നല്ല. ഇവിടെ നമ്മൾ ജീവിക്കാം എന്ന് വിചാരിക്കുന്നതെന്ന ആസ്വാദനത്തിന്റെ വേറൊരു തലമാണ്.
ഇവിടെ ഇനിയും നമുക്ക് കുറച്ചു നാൾ കൂടി കഴിഞ്ഞ് പോകാം, നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ കുറച്ചു നാൾ പോകാം എന്ന് വിചാരിക്കുന്നതും ഒരു തരത്തിലുള്ള ആസ്വാദനമാണ്. നമ്മൾ എപ്പോഴുമേ ഇവിടെ നിൽക്കേണ്ടത് എങ്ങനെ, നമ്മളെ ചില ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പറയും, ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ലൈക്ക് എ ബാത്റൂം. ബാത്റൂമിൽ ആരെങ്കിലും അധിക നേരം നിൽക്കാൻ ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല, ഇന്ന് മുഴുക്കെ ഞാൻ ബാത്റൂമിൽ നിൽക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ല. ബാത്റൂമിൽ എത്ര നേരത്തെ പോവോ, എത്ര നേരത്തെ നമ്മൾ അവിടുത്തെ കൃത്യങ്ങൾ നിർവഹിക്കുമോ, അത്രയും പെട്ടെന്ന് പുറത്തു പോകും. അതുപോലെ ആയിരിക്കണം ഭൗതിക ലോകവും. നമ്മൾ ഓരോ ദിവസവും ഇത് മനസ്സിൽ കുറിക്കേണ്ടതാണ്. ദിസ് ഈസ് ലൈക്ക് എ ബാത്റൂം. ഇവിടെ അധിക നേരം നമുക്ക് നിൽക്കാൻ ജോലിയില്ല. ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു ജോലി ഭക്തിയുക്ത സേവനം. അത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക. അത് ചെയ്യാനാണ് ഭഗവാൻ ഇവിടെ എന്നെ കൊണ്ടിട്ടത് എന്നുള്ള കോൺഷ്യസ് നമ്മളുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റൻസിറ്റി ഓഫ് ഡിവോഷൻ വിൽ ഇൻക്രീസ്. ഭക്തി സരസ്വതി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. വാസ്തവമാണ് കോസ്. ഇതിനെല്ലാം ഈ ത്രിഗുണങ്ങൾ സൃഷ്ടിച്ചത് ആരാണ്? ഭഗവാൻ തന്നെ. അങ്ങ് തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്ന് പറയുന്നത്. വാസ്തവമാണെന്ന തോന്നുന്ന കാരണവും അങ്ങ് തന്നെയാണ്. കാരണം എന്താ? ഇത് അങ്ങയുടെ ശക്തികളാണ്. ഈ 3 ഗുണങ്ങളും, ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന ഈ സത്വ രജ തമ, ഇത് 3ഉം അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ കാരണവും അങ്ങ് തന്നെയാണ് എന്ന് പറയുന്നു. ഭൗതിക ലോകത്തിലെ മായയിൽ നിന്ന് നിത്യവിമുക്തമായ ആത്മീയധാമത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാശ്വതമായി നിലകൊള്ളുന്നതിനാൽ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഏകാഗ്രചിത്തനായി പൂജിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പരമസത്യമാകയാൽ, പരിപൂർണ സത്യമാകയാൽ ഞാൻ ആ ഭഗവാനെ സാദരം പ്രണമിക്കുന്നു. അതായത് ഈ ഭൗതിക ലോകത്തിൽ ഇത്രയും മായാമോഹിതങ്ങളായ പ്രപഞ്ചങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഭൗതിക ലോകം. നമ്മളുടെ ഈ സോളാർ സിസ്റ്റം പോകുന്നത്, ഇല്ലെങ്കിൽ ആ ഓർബിറ്റിനകത്ത് ഓരോ പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഒരു വെർഷനാണ് ഇപ്പോഴത്തെ മോഡേൺ സയന്റിസ്റ്റ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ ചെറിയ കാൽക്കുലേഷൻസ് മാത്രം. ഇനി അവർ കാണാത്ത എത്രയോ കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു. ഗാലക്സീസ് ലൈക്ക് ഫ്ലോട്ടിംഗ് പെറ്റൽസ് എന്നൊക്കെ പറയും. അതുപോലെയാണ് പ്രപഞ്ചം ഇങ്ങനെ ഓടി നടക്കുന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്? കാരണം നമ്മൾ ത്രിഗുണങ്ങളാൽ ബാധിതരാണ്. എപ്പോ ഞങ്ങൾ ത്രിഗുണങ്ങളെ നമ്മൾ അതിജീവിക്കുമോ അന്ന് മുതൽ നമുക്ക് വിശപ്പ്, ദാഹം, ചൂട്, തണുപ്പ് ഇതെല്ലാத்தைയും നമുക്ക് പുറത്തു വരാൻ സാധിക്കും. അപ്പൊ മാത്രമേ അതീന്ദ്രിയമായ ഈ ജ്ഞാനത്തെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഈ പറഞ്ഞ നമ്മളുടെ പ്രയത്നവും. അത് തന്നെയാണ് വ്യാസദേവൻ ഇവിടെ നമുക്ക് ഉദ്ഘോഷിച്ചത്. ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും സ്പർശനം ഏൽക്കാതെ ഭഗവാൻ അതീന്ദ്രിയ ലോകത്ത് മാറി താമസിക്കുകയാണ്. അതും കൃഷ്ണൻ ഗീതയിലെ 10ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതീന്ദ്രിയ ശ്ലോകം, അതീന്ദ്രിയ ലോകത്ത് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. 10:6 ഗീതയില്ലാണ്, 10ാമത്തെ അധ്യായത്തില് 10:6 എന്റെ ഭൗതിക ലോകത്ത് അക്കാമ എന്റെ ലോകം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഭഗവാൻ പറയുന്നത്. ഫാസ്റ്റായിട്ട് വരൂല്ലോ. ഹരേ കൃഷ്ണ. ഒരൊറ്റ ഈ ശ്ലോകം കൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. 12 or 15 സോറി. സോറി, കിട്ടിയ ശ്ലോകം ഗീത കൈ വന്നു. മമൈവാംസു ജീവലോക ജീവഭൂത സനാതന മമസ്തേന്ദ്രിയാണി കർഷാനി കർഷതി. മമൈവാംസു ആ ശ്ലോകത്തിൽ പറയുന്നത് 15ാം അധ്യായം. നദദ്ഭാസേതോ സൂര്യോ നസാങ്കോ ന പാവക യദ്ഗത്വാ നിവർത്തന്തേ തദ്ധാമ പരമമ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് the supreme abode of mind is not illuminated by the sun or moon nor by fire or electricity. Those who reach it never return to this. ഇതാണ് ഭൗതിക ലോകം. ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഏകാഗ്രചിത്തനായി പൂജിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ
അതിനു മുന്നേ ഭൗതിക ലോകത്തിലെ മായയിൽ നിന്ന് നിത്യവിമുക്തമായ ആത്മീയധാമത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാശ്വതനായി നിലകൊള്ളുന്നു. ആ നിലകൊള്ളുന്ന സ്ഥലം എവിടെയെന്നാണ് ഇതാ ഇവിടെ പറഞ്ഞത്. 15-ാം അധ്യായം 6-ാം ശ്ലോകം, 10 അല്ല 15:6. മൈ അബോർഡ് ഈസ് നോട്ട് ഇല്യൂംഡ് ബൈ ദ സൺ ഓർ മൂൺ. അവിടെ സൂര്യചന്ദ്രനോ ഇല്ല പ്രവർത്തിപ്പിക്കാൻ, ഓർ ഇലക്ട്രിസിറ്റിയോ ഫയറോ ഇല്ല. ഇങ്ങനത്തെ ഒരു ലോകത്തെ ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ ഈ ഭൗതിക ലോകത്തെ കുറച്ച് ആർട്ടിഫിഷ്യലായ പല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്നു. ഭഗവാന്റെ ഈ അതീന്ദ്രിയ ലോകത്ത് ഇതൊന്നും തന്നെ ഇല്ല. ആ ഒരു ലോകത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലെ? കുഴപ്പമില്ല, പക്ഷെ അതെല്ലാം ഉണ്ട്, ശാശ്വതമായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് പോകാൻ സാധിക്കും. ഈ പരമ ദിവ്യോത്തമ പുരുഷനായ ആദി പുരുഷനായ ആദി കാരണഭൂതനായ സർവത്തിന്റെ നേതാവായ ഭഗവാനെ ഏകാഗ്രചിത്തനായി നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയാൽ, ഏകാഗ്രചിത്തനായി നമ്മൾ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും നമുക്കും ഈ ധാമത്തിലെല്ലാം പോകാൻ പറ്റും. നമ്മളുടെ തുടക്കവും ഇതുപോലെയാണ്. നമ്മള് ഭക്തിയിൽ വരുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടോ ഇതെല്ലാം പഠിച്ചിട്ടോ അല്ല വന്നത്. പക്ഷെ നമ്മളെ ഇത്രയും ദൂരം ഭഗവാനും ഗുരുക്കന്മാരും കാരുണ്യം കൊണ്ട് ഇവിടെ എത്തിച്ചില്ലേ, ഇനിയും നമ്മളെ എത്തിക്കും. നമ്മൾ അതിന് ഉത്സുകരായിരുന്ന, നമ്മൾ അതിന് താല്പര്യം പ്രകടിപ്പിക്കുക, അത് തീർച്ചയാണ്. അർജുനൻ ഗീത ഉപദേശിച്ച സമയത്ത് ലാസ്റ്റ് കൃഷ്ണൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ഉപദേശിച്ചു, റെസ്റ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്, ഇനി നിനക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അപ്പൊ അർജുനൻ തിരിച്ചു പറഞ്ഞു എന്തായിരുന്നു? ശിഷ്യ സ്നേഹം ശാതിമാം ത്വാം പ്രപന്ന, ഞാൻ അങ്ങയുടെ ശിഷ്യനാകുന്നു. ഐ ഹാവ് ഗീവ് ദ റൈറ്റ് ടു യു ടു ടേക്ക് മൈ ലൈഫ്. എന്റെ ജീവിതത്തെ എടുക്കാൻ അങ്ങേക്ക് പൂർണ്ണ അവകാശം ഞാൻ നൽകുന്നു. അതോടുകൂടി കൃഷ്ണന്റെ ആജ്ഞകളെ അദ്ദേഹം പിന്തുടർന്നു, അതിലൂടെ വിജയം ഭരിച്ചു. എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുധര തത്ര ശ്രീയോ വിജയഭൂതി ധ്രുവാനീതിർ മതിർ മമ. അതുപോലെ ഈ ഭാഗവതമായ ഏറ്റവും വലിയ അമൂല്യ ഗ്രന്ഥം നമ്മളുടെ മുന്നിലുണ്ട്. ഇതിനെ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പ്രായുക്തമാക്കുമോ അത്രത്തോളം നമ്മുടെ ജീവിതം ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. സമയം കൂടുതലായി പോയി ക്ഷമിക്കണം. ഇത് ഒരു അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു വിവർത്തനമെങ്കിലും ഒന്ന് ഒരു ഇതിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. 8:45 കറക്റ്റ് സമയമാണല്ലോ. താങ്ക് യു പ്രഭു, നന്ദി. ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ട്രാൻസ്ലേഷൻ തന്നെ തീരുന്നില്ല, അതിന്റെ അർത്ഥം പറഞ്ഞേ തീരുന്നില്ല. അത്രമാത്രം വലിയ ഗ്രന്ഥമാണ്, അത്രമാത്രം വലിയ ഡെപ്ത് ഉള്ള ശ്ലോകമാണ്, അത്രമാത്രം ഇതിനകത്ത് പറയാൻ വിഷയങ്ങളുണ്ട്. ഞാൻ ആ ശ്ലോകം ഇതിൽ റിപ്പീറ്റ് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ ഇതിൽ റിപ്പീറ്റ് ചെയ്താൽ മതി. ഹരേ കൃഷ്ണ പ്രഭു. അല്ല, ക്വസ്റ്റ്യൻ അല്ല പ്രഭു. പ്രഭു പറഞ്ഞതില് ഭഗവാൻ നമ്മുടെ എല്ലാം ഉള്ളില് പരമാത്മ രൂപേണ ഇരിക്കുന്നു. ഭഗവാൻ എല്ലാം അറിയുന്നു. അപ്പം അതിലിങ്ങനെ ഒരു ഇത് പറയുന്ന ഭഗവാൻ അന്തര്യാമിയായി ഇരിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇരുന്നിട്ട് നമ്മൾ അർജുനൻ പറയുന്നു ഞാനെല്ലാം മറന്നുപോയി ഭഗവാനെ, കഴിഞ്ഞ ജന്മങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം ഭഗവാൻ നമ്മുടെ അന്തര്യാമിയായി ഇരുന്നിട്ട് നമ്മുടെ ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാൻ അവിടെ ഇരുന്ന് നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. എന്നിട്ട് എപ്പോഴാണോ അതിന് കർമ്മഫലം തരേണ്ടത് ആ സമയങ്ങളിൽ ഭഗവാൻ അതാത് സമയങ്ങളിൽ തരുന്നു. അതുപോലെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ഇതെല്ലാം കാണുമ്പോൾ ഭഗവാൻ ഒന്നും മറക്കുന്നില്ല. ഭഗവാൻ ഇതെല്ലാം ഓർത്തിരിക്കുകയും നമ്മൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചിലപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും പിന്നെ ഭഗവാൻ നമുക്കത് ഇത് ചെയ്തു തരും. ഒരു പ്രാവശ്യം നമ്മുടെ ആനന്ദ പ്രഭു ഭാഗവതം ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അതിൽ ബലി മഹാരാജിന്റെ സമയത്ത് ബലി മഹാരാജിന്റെ മകളായിട്ട് വന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും, എന്റെ മകനായിട്ട് ഈ ഭഗവാൻ വാമന രൂപത്തിൽ വരുമ്പം ആ ഭംഗിയും ഭഗവാന്റെ ക്യൂട്ട്നെസ് ഒക്കെ കണ്ടിട്ട് എന്റെ മകനായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. എന്നിട്ട് അടുത്ത ആ ഒരു സിനാരിയോയിൽ ഇത് അത്രയും മാറുവാണ്. കാര്യം ബലി മഹാരാജൻ ഭഗവാൻ ഇത് ചോദിക്കുന്നു, ദാനം ചോദിക്കുന്നു. എന്നിട്ട് ബലി മഹാരാജിനെ
ഇത് ചെയ്യുവാണ്, മോശം ഇത് ചെയ്യും. അപ്പം ആ നിമിഷം തന്നെ മകളുടെ മനസ്സിൽ ഈ ചിന്തയും അങ്ങ് മാറി. ലൈക്ക് അവിടെ ഒരു വാത്സല്യത്തോടെ മകനായിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ആ നിമിഷം ആ ചിന്തയും മാറുവാണ്. അപ്പം പക്ഷെ അതാണ് ദൂതനായിട്ട് വരുന്നത്. അപ്പൊ ആ മനസ്സിൽ മകനായിട്ട് വേണമെന്ന് ഭഗവാനെ വേണമെന്ന് തോന്നി, അറ്റ് ദ സെയിം ടൈം ഹനിക്കണം എന്നുള്ളൊരിതും, അത് രണ്ടും ഭഗവാൻ തഥാസ്തു ചെയ്തു കൊടുത്തു. അപ്പൊ ഭഗവാൻ നമ്മുടെ മനസ്സിൽ അന്തര്യാമിയായി ഇരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ കാമ്യകർമ്മങ്ങളും കാണുകയും അതിന്റെ കർമ്മിഫലം നമുക്ക് ഓരോരോ ജന്മങ്ങളിലായിട്ടും നമുക്ക് തരുകയും ചെയ്യും. തീർച്ചയായും വെരി നൈസ് പോയിന്റ് ആണ്. അതിന്റെ ഏറ്റവും വേറൊരു ഉദാഹരണമാണ് ദശരഥ മഹാരാജാവ്. അദ്ദേഹം ഈ ശാപമേക്കാനും അതിന് പൂർവ്വജന്മത്തിൽ അദ്ദേഹം ചെയ്തതിന്റെ എഫക്റ്റ് ആണ് പൂതനല്ല പൂർവ്വജന്മത്തിൽ ആ ചെയ്തതിന്റെ ആ ശാപമാണ് അദ്ദേഹം വിരഹ ദുഃഖം, മകനെ പിരിഞ്ഞ് അല്ലെങ്കിൽ ആ പക്ഷിയുടെ ആ ഒരു ഇത്, ആ ശാപം ഏൽക്കാനായിട്ട് അദ്ദേഹത്തിന് വേണ്ടി വരും, ഈവൻ രാജാവായിരുന്നിട്ടുണ്ട്. അപ്പൊ എവരി ആക്ഷൻ ഈസ് മോണിറ്റേർഡ്. ഇവിടെ എല്ലാം മോണിറ്റേർഡ് ആണ്. നമ്മൾ വിചാരിക്കുന്നു മോണിറ്റേർഡ് അല്ല എന്ന്. തീർച്ചയായിട്ടും ഭൗതിക പ്രപഞ്ചം ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അവര് റിപ്പോർട്ട് കൊടുക്കേണ്ട അടുത്ത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടവർ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട്. അത് ഏത് സമയമാണോ നമുക്കത് ആ ഒരു ശിക്ഷ വാങ്ങിക്കാൻ യോഗ്യരാകുന്നത്, ഇല്ലെങ്കിൽ അതായത് ശിക്ഷ വാങ്ങിക്കാനും യോഗ്യത വേണമെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. ചില ശിക്ഷകളെ ഇപ്പൊ അടിക്കാൻ ഇല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കാൻ അതിന് തക്കുള്ള ശക്തിയുള്ളവർക്ക് ആ ശിക്ഷ നൽകാനും സാധിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ അത്രയും ടൈം പലരും ചോദിക്കും, ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാ നല്ലത് ചെയ്തവന് ഇവിടെ ദുഃഖവും പന പോലെ വളർത്തുന്നു എന്നൊക്കെ പറയുന്നതില് അവർക്ക് അതിനുള്ള പ്രാപ്തി ആയിട്ടില്ല. അവർക്കുള്ള ടൈം ഈസ് ഓൺ കൗണ്ടഡ് ആണ്. അത് വരുമ്പോ അവര് തീർച്ചയായിട്ടും അത് വാങ്ങിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത് പ്രണാംസ്. ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ, ഒരു പോയിന്റ് ആഡ് ചെയ്യാന്. ഈ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയും നിത്യദർശനം നടത്തി സംഭ്രാന്തരായവരെ പോലെ സമുതുലിതരായ ഉത്കൃഷ്ട സന്യാസിമാർ, ദേവന്മാർ എന്നിവർ പോലും ഭഗവാന്റെ മായയിൽ വ്യാമോഹിതരായി തീരുന്നു. അപ്പൊ അത് ലൈക്ക് നമ്മൾ ഡെസേർട്ടിൽ പോകുമ്പോ ഒരു മിറാജ് കാണില്ലേ, വെള്ളമുണ്ടെന്ന് തോന്നി നമ്മൾ അവിടെ വെള്ളമില്ല. അതുപോലെ തന്നെ നമ്മള് അഗ്നിയിൽ നമ്മൾ നല്ലോണം നോക്കുകയാണെങ്കിൽ ജലമുള്ള പോലെ തോന്നും. അതുപോലെ ഈ ഒരു ഓഷന്റെ കരയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അങ്ങ് ദൂരെ നമുക്ക് ലാൻഡ് ഉള്ള പോലെ തോന്നുന്നു. അതെല്ലാം മിഥ്യയാണ്, അത് അങ്ങനെ ഇല്ല, അത് സത്യമല്ല. അതുപോലെ ബിവിൽഡേർഡ് ആകുകയാണ് ഈവൻ ഗ്രേറ്റ് സേജസ് ആൻഡ് ഡെമി ഗോഡ്സ് എന്നൊരർത്ഥം കൂടി ഇതിൻ്റെ അകത്തുണ്ട്, ഇല്ലേ? അതൊന്ന് പറയാനായിരുന്നു. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞതാ കറക്റ്റ്. കാനൽ ജലം എന്ന് പറയും, അല്ലെങ്കിൽ മരീചിക എന്ന് പറയും അതിന്. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. ശരിയാണ്. അതായത് മാതാജി പറഞ്ഞ അതിൽ മരീചിക, നമ്മൾ ഈ വലിയ വെയിലിന്റെ അപ്പുറം കാണുമ്പോ നമുക്ക് അവിടെ ജലമുള്ള തോന്നൂല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരിയാണ്, ശരിയാണ്. കാനൽ ജലം, മരീചിക, അതാണ്. ശരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രഭു. അതേപോലെ തേനീ ബ്രഹ്മഹൃദയാദി കവയെ എന്ന് പറയുന്ന ആ വരി നമുക്ക് ഭഗവാൻ നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഈവൻ ബ്രഹ്മാവിന് പോലും ഭഗവാനാണ് ആ ഹൃദയത്തിൽ നിന്ന് ജ്ഞാനം ഉളവാക്കിയത് എന്ന് പറയുന്ന ഒരു വരിയല്ലേ പ്രഭു അതിന്റെ അർത്ഥം? ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ, ഒന്നും കൂടെ പറയാമോ ക്വസ്റ്റ്യൻ? അതായത് തേനേ ബ്രഹ്മഹൃദയാദി എന്ന് വരുന്ന ആ ലൈന് നമ്മളെല്ലാം ജനങ്ങൾ പൊതുവായിട്ട് ഞാനാണ് ചെയ്യുന്നത്, എല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട്
ഈവൻ ബ്രഹ്മാവിന് പോലും ഭഗവാനാണ് ആ കഴിവ് നൽകിയത്. അങ്ങനെയാണ് തപസ്സിരുന്നിട്ടാണ് അദ്ദേഹത്തിന് പോലും സൃഷ്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഉദാഹരണമല്ലേ പ്രഭു അത്? ഹരേ കൃഷ്ണ മാതാജിയുടെ അതെ ശരിയാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം, പറയണം. വേറൊന്നല്ല, ഒരു 2-3 പോയിന്റ്സ് അറിയാനാണ്. അപ്പൊ നമ്മള് പ്രഭു നേരത്തെ പറഞ്ഞ പോലെ അതിൽ കേൾക്കുന്നുണ്ടോ നോക്കാം. പ്രഭു നേരത്തെ പറഞ്ഞതുപോലെ ഋഷീശ്വരന്മാര് അവരെല്ലാവരും ഈ 3 പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കിയിരുന്നത്. പ്രത്യക്ഷ പ്രമാണം, അനുമാനം, ശബ്ദ പ്രമാണം. അപ്പം കടലിനടിയിൽ ഇന്ന സാധനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതിന്റെ അകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് നമുക്കറിയില്ല, പക്ഷെ അവർക്കറിയാം. അതേപോലെ ഭഗവാൻ വന്നിട്ട് അദ്ദേഹത്തിന് അൺലിമിറ്റഡ് നോളേജ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ പൂർവ്വജന്മം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അതുപോലെ ബ്രഹ്മദേവനും വന്നിട്ട് ബ്രഹ്മസംഹിതയില് 5:45 ഒരു പോയിന്റ് പറയുന്നുണ്ട്. ക്ഷീരം യഥാദതി വികാര വിശേഷ യോഗ സഞ്ജായതേനഹി തത് പ്രദഹസ്തി ഹേതോ യം ശംഭുദാം അപി സമുപൈതി കാര്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. 5:45 ബ്രഹ്മസംഹിത. പാല് വന്നിട്ട് തൈരാവും, തൈര് വന്നിട്ട് വേറെ അത് ഫെർമെന്റ് ചെയ്ത് വേറെ അവസ്ഥകളാവും. പക്ഷെ ഈ ഒരു സാധനം എന്താവില്ല, തിരിച്ച് പാലിലോട്ടാവില്ല. അത് ബ്രഹ്മദേവന്റെ ഒരു ഇത്. അതായത് ഭഗവാൻ വന്നിട്ട് തേനെ ബ്രഹ്മഹൃദായ ആദി കവേ, ഭഗവാൻ വന്നിട്ട് ബ്രഹ്മദേവൻ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മദേവൻ എന്തുമാത്രം ഇത് ചെയ്തിരിക്കണം, കഷ്ടപ്പെട്ടിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാൻ കാലശേഖര പ്രഭുവിനോട് ചോദിക്കുകയാണ്. പ്രഭു, ഇദ്ദേഹം ബ്രഹ്മദേവൻ വന്നിട്ട് ഈ സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം പോയി റെസ്റ്റ് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ കാലശേഖര പ്രഭു പറയണ അദ്ദേഹം നമ്മളെ പോലെ ഒരു സർവീസ് കഴിഞ്ഞതിന് ശേഷം പോയി ഉറങ്ങാണെന്ന് ചോദിച്ചു. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പോയിന്റ് വന്നിട്ട് ടെമ്പററി, അതായത് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ്. അത് കഴിഞ്ഞിട്ട് രൂപ ഗോസ്വാമിയുടെ പദ്യാവലി 6 ഒരു പോയിന്റ് പറയുന്നുണ്ട്. അപ്പോ ഇതിൽ വായിച്ചതുപോലെ ജലത്തിൽ കരയെയും അഗ്നിയിൽ ജലത്തെയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോയിന്റ് പറഞ്ഞിട്ടില്ലേ? അതേപോലെ ഒരു സെയിം പോയിന്റ് വന്നിട്ട് രൂപ ഗോസ്വാമിയുടെ പദ്യാവലി 6 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന് വന്നിട്ട് എന്തും ചെയ്യാൻ പറ്റും. അഗ്നിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ജലത്തിനെ ആക്കാൻ പറ്റും, സമുദ്രത്തിന് വന്നിട്ട് അദ്ദേഹത്തിന് ഇതാക്കാൻ പറ്റും, കരയാക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് ആക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ പവർ അത്രയ്ക്കുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതിന്റെ മറ്റൊരു ഉദാഹരണമല്ലേ പ്രഭു, ഭഗവാന് കണ്ണിലൂടെ നമ്മള് പ്രസാദം വെക്കുമ്പോ കണ്ണിലൂടെ ഭഗവാന് തീർച്ചയായിട്ടും അതൊരു പോയിന്റ് ഞാൻ പറയുന്നു. ഹരേ കൃഷ്ണ. അദ്ദേഹം അതിലൂടെയാണ് സ്വീകരിക്കുന്നത്. താങ്ക് യു പ്രധാൻ പ്രഭു, വളരെ മനോഹരമായ ക്ലാസ്. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു സന്മാജേഷ്, എല്ലാവരും കേട്ടിരുന്നതിന് നന്ദി. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബാക്കിയുള്ള ഭക്തജനങ്ങള് വിശദീകരിക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമ. പതിതാണ് വൈഷ്ണവ